ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. പ്രാവേ പ്രാവേ പോകരുതേ എന്ന് തുടങ്ങുന്ന ഉള്ളൂരിൻ്റെ കവിത എല്ലാ ദിവസവും ചൊല്ലി നോക്കുക. ഇനി ഇന്നലെ എന്തൊക്കെ പ്രവർത്തനമാണ് നമ്മൾ പഠിച്ചത്? വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ചേർക്കുക. സഞ്ചാരം, ഭുജിക്കുക, ഇഷ്ടം, പോരെങ്കിൽ. അതിനുശേഷം പഠിച്ചത് ചേരുംപടി ചേർക്കുക. കുട്ടി, ചോറും കറിയും, വേനൽക്കാലത്തുച്ചയ്ക്ക്, ആകാശം നോക്കി സഞ്ചാരം, പേടിയില്ല, ചിറകുണ്ട്, വേണുന്നേടം പോകുക. എല്ലാവരും കോപ്പി എഴുതുന്നുണ്ട് അല്ലേ? എഴുതണം കേട്ടോ. എഴുതാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ എഴുതി തുടങ്ങണം. ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രവർത്തനം നന്നായി പഠിക്കണം. കാരണം കഴിഞ്ഞ പരീക്ഷകളിൽ കൂടുതലായി തെറ്റിച്ചത് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ചേർത്തെഴുതുക. ചേർത്തെഴുതുമ്പോൾ എന്ത് മാറ്റാണ് ആ വാക്കിന് വരുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ആദ്യത്തെ വാക്ക് കൂട്ടിന് പ്ലസ് അകത്താക്കാം. ഇത് രണ്ട് പദങ്ങളാണ്. കൂട്ടിന് ഒരു പദം, അകത്താക്കാം മറ്റൊരു പദം. ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ പുതിയൊരു വാക്കാകുന്നു കൂട്ടിനകത്താക്കാം. ആ വാക്കാണ് കൂട്ടിനകത്താക്കാം. കൂട്ടിന് പ്ലസ് അകത്താക്കാം, പോരാ പ്ലസ് എങ്കിൽ, പാടില്ല പ്ലസ് എന്നാലും, നോക്കി പ്ലസ് പോകുന്നു, ചിറക് പ്ലസ് ഇല്ലേ, വേണുന്ന പ്ലസ് ഏടം. ഈ വാക്കുകളാണ് ചേർത്ത് എഴുതേണ്ടത്. ഈ വാക്കുകളെല്ലാം കവിതയിലുള്ളതാണ്. കൂട്ടിന് പ്ലസ് അകത്താക്കാം. പറയൂ മക്കളെ, എന്താണ് കൂട്ടിന് പ്ലസ് അകത്താക്കാം? കൂട്ടിനകത്താക്കാം അതെല്ലാവർക്കും അറിയാം, പക്ഷെ എഴുതുമ്പോഴാണ് അക്ഷരത്തെറ്റ് വരുന്നത്. പോരാ പ്ലസ് എങ്കിൽ, പോരെങ്കിൽ. പാടില്ല പ്ലസ് എന്നാലും, പാടില്ലെന്നാലും. നോക്കി പ്ലസ് പോകുന്നു, നോക്കിപ്പോകുന്നു. ചിറക് പ്ലസ് ഇല്ലേ, ചിറകില്ലേ. വേണുന്ന പ്ലസ് ഏടം, വേണുന്നേടം. അക്ഷരത്തെറ്റ് വരുത്താതെ അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നോക്കൂ, കൂട്ടിന് പ്ലസ് അകത്താക്കാം. പുതിയ പദാവുമ്പോൾ എന്താവും വ്യത്യാസം? കൂട്ടിന, അത് വരെ ശരിയാണ്. ചന്ദ്രക്കല ഇല്ല, ആ ഇല്ല. പകരം ക ത ക. കൂട്ടിനകത്താക്കാം. ചന്ദ്രക്കലയും ആ എന്നുള്ള അക്ഷരവും മാറും, കൂട്ടിനകത്താക്കാം എന്നാവും. പോരാ പ്ലസ് എങ്കിൽ എന്ത് മാറ്റാണ് വരിക എന്ന് ആദ്യം നോക്കാം. പോരാ എന്നുള്ളത് പോരേ എന്നാവും. എ മാറും, എങ്കിൽ, പോരെങ്കിൽ. അടുത്ത വാക്ക് നോക്കൂ, പാടില്ല പ്ലസ് എന്നാലും, പാടില്ലേ, ലേ, നാലും. എ പോയി, അവിടെ ചിഹ്നം വന്നു. അതുപോലെ തന്നെ അടുത്ത പദം നോക്കൂ, നോക്കി പ്ലസ് പോകുന്നു, നോക്കിപ്പോകുന്നു, നോക്കിപ്പോകുന്നു. പ കൂട്ടക്ഷരം പായായി. ചിറക് പ്ലസ് ഇല്ലേ, ചിറകില്ലേ. വേണുന്ന പ്ലസ് ഏടം, വേണുന്നേടം. വാക്കുകൾക്ക് വരുന്ന ചെറിയ മാറ്റങ്ങളാണ്, പക്ഷേ അക്ഷരത്തെറ്റായാൽ അത് ഉത്തരം തെറ്റാകും. ഒന്നുകൂടെ പറയാം. ചേർത്തെഴുതുക എന്ന പ്രവർത്തനമാണ്. ഡേറ്റ് ഇട്ട് എഴുതണം. മലയാള നോട്ടിൽ എഴുതുക. 1 ടൈം മലയാള നോട്ടിൽ എഴുതാം. പല തവണ റഫ് നോട്ടിൽ എഴുതി പഠിക്കണം. കൂട്ടിന് പ്ലസ് അകത്താക്കാം, കൂട്ടിനകത്താക്കാം. എന്നോടൊപ്പം പറഞ്ഞ് പഠിക്കാദ്യം, എന്നിട്ട് എഴുതി പഠിക്കാം. പോരാ പ്ലസ് എങ്കിൽ, പോരെങ്കിൽ. പാടില്ല പ്ലസ് എന്നാലും, പാടില്ലെന്നാലും. നോക്കി പ്ലസ് പോകുന്നു, നോക്കിപ്പോകുന്നു. ചിറക് പ്ലസ് ഇല്ലേ, ചിറകില്ലേ. വേണുന്ന പ്ലസ് ഏടം, വേണുന്നേടം. അറിയാലോ, ഇപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബോർഡിലൊക്കെ വിളിച്ച് ഒറ്റയ്ക്കൊക്കെ എഴുതിപ്പിക്കാറുണ്ട്. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യണം? ചോദ്യം എഴുതി കൊടുക്കുക. അവർ ഉത്തരം എഴുതുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതിനു മുൻപായി കുട്ടികൾ നന്നായി ഈ പ്രവർത്തനം എഴുതി പഠിക്കണം.
ഉത്തരം പറയുക എന്നുള്ള പ്രവർത്തനത്തിലെ 2 ചോദ്യങ്ങൾ എന്ന് നമ്മൾ പറയാനും കൂടെ അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, ഉത്തരം പറയാനാണ്, എഴുതാനല്ല. പ്രാവിന് എന്തെല്ലാം കൊടുക്കാമെന്നാണ് കുട്ടി പറയുന്നത്. പാരൻസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഉത്തരം പറയാൻ കിട്ടുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ പലതവണ അവരെ കൊണ്ട് പറയിക്കണം. പ്രാവിന് എന്തെല്ലാം കൊടുക്കാമെന്നാണ് കുട്ടി പറയുന്നത്? പാലും പഴവും കൊടുക്കാം, അത് പോരെങ്കിൽ ചോറും കറിയും കൊടുക്കാം. ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. പാലും പഴവും, അത് പോരെങ്കിൽ ചോറും കറിയും കൊടുക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും കൊടുക്കാം. പ്രാവ് കൂട്ടിലേക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? മാനം നോക്കി പോകുന്നത് കൊണ്ടാണ് പ്രാവ് കൂട്ടിലേക്കില്ല എന്ന് പറഞ്ഞത് അല്ലേ? ആ കവിതയിലെ വരികളൊന്ന് ആലോചിച്ച് നോക്കിയേ. വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. അതിനു മുൻപായി പ്രാവ് പറയുന്നുണ്ട്, ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. പ്രാവിന് എന്തെല്ലാം കൊടുക്കാമെന്നാണ് കുട്ടി പറയുന്നത്? പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും നൽകാം. പ്രാവ് കൂട്ടിലേക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. മാനം നോക്കി പോകുന്നത് കൊണ്ടാണ് പ്രാവ് കൂട്ടിലേക്കില്ല എന്ന് പറഞ്ഞത്. ചോദ്യം വായിക്കാം, ഉത്തരം പറഞ്ഞ് പഠിക്കാം. അടുത്ത 2 ചോദ്യങ്ങളും അടുത്ത ക്ലാസ്സിൽ പറയാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, വൃത്തിയായി നോട്ട്ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.